രണ്ടാമത്തെ ശൈലി എന്ന് പറയുന്നത് ഒന്നിനകത്ത് ഉൾപ്പെടാത്ത ഒരു ശൈലി. ഒന്നിനും ഇൻവോൾവ് ഇല്ല. ഓനെന്തിയേ, മോളെന്തിയേ, അവിടെ കാണും. ഇന്നെവിടെയും പോയോ, ഒന്നിനും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. വീട്ടിൽ കാണും, റൂമിൽ കാണും, പക്ഷേ കുഞ്ഞുങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ലാതെ പോകുന്ന ഒരനുഭവമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഒന്നിനകത്തും അൺഇൻവോൾവ്ഡ് ശൈലി, ഒന്നിനകത്തും ഇൻവോൾവ് ആകാത്ത. അങ്ങനെ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പരാജയം, അവർക്ക് ആ ഒരു ഇന്റേണൽ ഇന്റിമസി വരുന്നില്ല. ഒരു ആന്തരികമായ അഭേദ്യമായ ബന്ധം അവർക്കുണ്ടാകും. എൻ്റെ പപ്പയാണ് എന്നൊരു ബന്ധം ഉണ്ടാകുന്നില്ല, എൻ്റെ മമ്മിയാണ് എന്നൊരു ബന്ധം അവർക്ക് ആന്തരികമായി ഉണ്ടാകും. നമുക്കറിയാം, ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഒത്തിരിയും കുഞ്ഞുങ്ങൾ അനാഥരായി മാറുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് മാതാപിതാക്കൾ ഇൻവോൾവ് ആകുന്നു. മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ജഡീകമായ സ്വാർത്ഥമായ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനോ മക്കൾ ജനിച്ചു, അവരെങ്ങനോ വളരട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ഒരു രീതി ഇത്രയും മാതാപിതാക്കളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ട പ്രായമായിട്ട് പോലും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ചില വീട്ടിൽ പിതാക്കന്മാർ അവർ ഇൻവോൾവ്ഡേ അല്ല. കൊച്ചിന് പഠിക്കണോ, പഠിച്ചു. ഭാര്യയോട് വേണേ പറയും, നീ വേണേ പഠിപ്പിച്ചു. തിരിച്ച് ഭർത്താവിനോട് പറയും, നിങ്ങൾ വേണേ പഠിപ്പിച്ചു. ഇങ്ങനെ ഇൻവോൾവ് ആകാതെ പോകുന്ന ഒരു ശൈലി, ഇതും ഒരു പൈശാചികമായ മേഖലയാണ്. അതുകൊണ്ട് പ്രിയരെ, തുടർമാനമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ഒരു സ്വേച്ഛാധിപത്യ ശൈലിയാണ്. രണ്ടാമത്തത് ഒരു ആധികാരിക ശൈലി. മൂന്ന്, എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ശൈലി. നാല്, ഒന്നിലും ഉൾപ്പെടാത്ത ഒരു ശൈലി. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇതിലേത് ശൈലിയിലാണ് എൻ്റെ ജീവിതത്തെ ഞാൻ മോൾഡ് ചെയ്തെടുക്കുന്നത്? എനിക്ക് ഒരു സ്വേച്ഛാധിപത്യ ശൈലി വേണ്ട, എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ശൈലി എനിക്ക് വേണ്ട, ഒന്നിനകത്തും ഉൾപ്പെടാതെ ഒന്നിനകത്തും ഇടപെടാതെ പോകുന്ന ഒരു ശൈലി എനിക്ക് വേണ്ട. എന്നാൽ ഒരു ആധികാരികമായ നിലയിൽ, ഒരു ബാലൻസ്ഡ് ആയ നിലയിൽ നന്മ പറഞ്ഞു കൊടുക്കണം, ഉപദേശം കൊടുക്കണം, ബാലശിക്ഷ കൊടുക്കണം, സ്നേഹം കൊടുക്കണം. എല്ലാം ഒരു ബാലൻസ്ഡ് ആയ നിലയിൽ, ഒരു ആധികാരിക അധികാരത്തോടെ, അതോടൊപ്പം സ്നേഹത്തോടെ ആ ഒരു അനുഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ.